ഹലോ നമസ്കാരം. നിങ്ങളുടെ മനസ്സിലൊരു യെസ് ഓർ നോ ചോദ്യമുണ്ടെങ്കിൽ ആദ്യ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്നൊരു ചാം ചൂസ് ചെയ്യുക. ചാം 1 അല്ലെങ്കിൽ ചാം 2. നിങ്ങൾ ചാം 1 ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു കാര്യത്തിൽ യെസ് അല്ലെങ്കിൽ നോ എന്നറിയുന്നതിന് മുൻപ്, ഇതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് മുൻപ്, ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഈ യെസ് ഓർ നോ ചോദ്യമുള്ളത് അതേ മേഖലയിൽ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് അവസാനിപ്പിക്കുക, വിട്ടുപോരേണ്ടതിന് വിട്ടുപോന്നാൽ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു മൂവ് ഓൺ, ഒരു റിലീസിങ് എനർജി ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി കിട്ടാത്തത്, യെസ് അല്ലെങ്കിൽ നോ എന്ന ക്ലാരിറ്റി കിട്ടാത്തത്. അപ്പൊ അതിനാദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടതിനെ കംപ്ലീറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ടതിന് റിലീസ് ചെയ്യുക. അതിലാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. മേ ബി ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിൽ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആദ്യം ശാന്തമാക്കേണ്ടതുണ്ട്. അതിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുക. മെഡിറ്റേഷൻ, ഈ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് കുറെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലാണ് ഇതിനുള്ള ഉത്തരം. ഇൻറ്റ്യൂഷനിലൂടെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇതിനുള്ള ഉത്തരം നൽകുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഫോക്കസ് ടു യുവർ സെൽഫ്. ഓക്കെ, ലിസൺ ടു യുവർ ഇന്നർ ഗൈഡൻസ്. അതാണ് നിങ്ങൾക്കുള്ള ഇവിടെയുള്ള യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.